ഹലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് നമ്മുടെ ഒലിവിയെക്കുറിച്ചുള്ള അടുത്ത ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഒന്നല്ല രണ്ട് വീഡിയോ വന്നിട്ടുണ്ട്. ആദ്യത്തെ രാവിലെ തന്നെ അൽത്താഫിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, കേൾക്കാം. സ്ഥാപനത്തിൽ നിന്ന് ഈ 15,000 താഴോട്ട് കമ്മീഷൻ 15,000 രൂപയിൽ നിന്ന് താഴോട്ട് കമ്മീഷൻ മേടിച്ച, അതായത് 15,000 എന്നാണ് പറഞ്ഞ കേട്ടാ. 150000 ഇതാണ് കേട്ടാ. ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അവര് കൃത്യമായ പ്രൂഫുമായിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ നേരിടാം. അതായത് 15,000 രൂപയിൽ നിന്ന് താഴേക്ക് വാങ്ങിച്ച ഏതെങ്കിലും ഓൺലൈൻ കമ്മീഷൻ വാങ്ങിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവർ അത് പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് വേണോ പറയുന്നവരൊക്കെ എന്തോ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ കാണിക്കാൻ പോണത് ചക്കയല്ല, മാങ്ങയല്ല, ഒലക്കയല്ല, നിങ്ങളുടെ മറ്റേ കമ്മീഷൻ കൊടുക്കുന്ന സ്ലിപ്പാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുത്തേക്കുന്ന സ്ലിപ്പുകളാണ് ഇവിടെ കാണുന്ന ചെക്കും. കണ്ടാവോ? ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്. ഇതൊന്നും 15,000 മുകളിലല്ല. ഞങ്ങളെല്ലാം പഠിച്ചേക്കുന്നത് ഇതൊക്കെ ഈ കാണിച്ചേക്കുന്ന സംഖ്യകളൊക്കെ 15,000 താഴേക്കാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടെന്നുണ്ടെങ്കിൽ, എന്താണ് മാങ്ങയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, ആ മാങ്ങകൾ ചെയ്യുക കേട്ടാ. തള്ളാകാം. ആ പിള്ളേരേലും തെളിവുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുന്ന വളരെ നന്നായിരിക്കും കേട്ടാ. മനസ്സിലായല്ലോ? അച്ചുമ്മ. അപ്പം അച്ചുമ്മയ്ക്ക് മനസ്സിലായല്ലേ? ഇതേണക്കാണ്. പിന്നെ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ നോക്കിയാൽ അൽത്താഫിൻ്റെ ചാനലിനകത്തുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. എല്ലാം തള്ളും കള്ളത്തരങ്ങളും മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഞങ്ങൾ ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ അല്ല. ഞങ്ങൾ സാലറി അല്ല, നിങ്ങൾ സാലറി അല്ല, കമ്മീഷനാണ് അല്ലേ? അപ്പം ഇന്ന് നിങ്ങൾ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് എക്സ്പ്ലനേഷൻ വീഡിയോ, 1 മണിക്കൂറിന് മുകളിലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ. അതിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജോബ് വേക്കൻസി ഉള്ളവർക്ക് നിങ്ങൾ അങ്ങോട്ടൊരു ജോബെന്ന് അയച്ചാൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് കിട്ടും. ആ വോയിസ് മെസ്സേജിൻ്റെ അകത്ത് നിങ്ങളെ ഭർത്താവെന്ന് പറയുന്ന അയാൾ ആ വോയിസ് മെസ്സേജിൻ്റെ അകത്ത് പറയുന്നൊരു സെൻറ്റൻസ് എന്താണെന്നറിയാമോ? 20,000 രൂപ സാലറി എന്നുള്ളത് അതിൻ്റെ അകത്ത് അങ്ങേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ പറയുന്നുണ്ട്. ഇതൊന്ന് പിന്നെ നിങ്ങളിവിടെ സാലറി ഒന്നും ഇന്ന് വന്നേക്കുന്ന വീഡിയോക്കകത്ത് ഇവർ കമ്മീഷൻ എന്ന് പറയുന്നത് അതേ കണക്കത്തെ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ വൈകിട്ട് വന്ന വീഡിയോക്കകത്ത് അടക്കുന്ന സാലറി, ഭർത്താവ് സാലറിയിലാണ്, ഭാര്യ കമ്മീഷൻ്റെ അകത്താണ്. ആദ്യം നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചിരിക്കടേ. നിങ്ങളൊക്കെ ഒന്ന് എവിടെയും ഉറപ്പിച്ചിരിക്കും. എന്നിട്ട് ബാക്കി തള്ള്. ഉടായ്പകൾ തന്നെ, ഉടായ്പിൻ്റെ അങ്ങേയറ്റത്താണ് ചേച്ചി. അച്ചുമ്മ. അപ്പം അച്ചുമ്മേടാ ഉടായ്പ ഞാൻ ഇതിൻ്റെ അകത്ത് അവർ കേട്ടല്ല കമ്മീഷനാണ്. ഇതിൻ്റെ ഈ വീഡിയോ കണ്ടു കഴിക്കുമ്പോൾ ഞങ്ങൾ കാണാം, കേൾക്കാം. അൽത്താഫിൻ്റെ വീഡിയോക്കകത്ത് കമ്മീഷൻ ആണെന്നുള്ളത്. 25,000 രൂപ എന്ന് പറഞ്ഞത് ആ സമയത്തും കമ്മീഷൻ അല്ലായിരുന്നു. ഞങ്ങൾ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തൊട്ടേ കമ്മീഷൻ. പിന്നെ എന്തുകൊണ്ട് കേട്ടല്ലേ കമ്മീഷൻ ആണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് ചേച്ചിയുടെ തന്നെ വൈകിട്ട് വന്ന വീഡിയോക്കകത്ത് പറയുന്നത് 20,000 രൂപയുടെ സാലറി കേട്ടോ. കേട്ടല്ലേ? അയ്യോ, സമ്മതിക്കണോടെ എമ്മാതിരി ഉടായ്പ നടത്താനിട്ട്. അപ്പോൾ ഈ ഉടായ്പ ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ഈ എന്താണ് കൺമണിയ ആ വീഡിയോ ആദ്യം ഇട്ട പെങ്കൊച്ചുണ്ടല്ലോ, അതിനെ വിളിച്ച് ഭീഷണിയും പ്രാക്കും. ഭർത്താവിൻ്റെ വക പ്രാക്ക്, ഭാര്യയുടെ വക ഭീഷണി. ഇതല്ലേ നടന്നതെന്ന്. അതും വോയിസ് ഞാൻ ഇവിടെ വയ്ക്കുന്നു. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വെച്ചേക്കാം. എല്ലാവരും പോയി നല്ല വൃത്തിക്ക് കേൾക്കണം കേട്ടോ. 13, 12, 14 മിനിറ്റൊക്കെ ഉള്ള സാധനങ്ങളാണ്. ഒന്ന് കേട്ടുക. കാരണം അത്യാവശ്യം നിങ്ങൾ കേൾക്കുന്നത് നന്നായിരിക്കും ഇതിനകത്തെ സാധനങ്ങൾ.
അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ പറയാം എന്തൊക്കെയാണെന്നുള്ള. അപ്പോൾ അത് അറിയണമല്ലോ എന്ത് തള്ളൊക്കെയാണ് തള്ളുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം ഭർത്താവണ്ണൻ്റെ കേൾക്കാം. കൺമണി, വളരെ സ്നേഹത്തോട് ഞാനൊരു വോയിസ് തന്നോട്ട് അത് കേട്ട് നോക്കുക. എന്നിട്ട് ഇവ എപ്പോഴും വല്ല കിളിക്കൂടിൻ്റെ അകത്തും അല്ലാണാ. ഇവൻ്റെ വോയിസ് മെസ്സേജിൻ്റെ അകത്ത് എല്ലാം കിളികൾ വിളിക്കണല്ലേ. ഇത് കിളിക്കൂടിൻ്റെ അത് അടച്ചിട്ടേക്കുന്നതാണ്. അതിനാ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം ഇയാൾ ചിന്തിക്കുക. ഇയാളൊരു കൊച്ചു പെണ്ണാണ്, അതായത് 10 18. അപ്പോൾ കൺമണീൻ്റെ അടുത്ത് ആദ്യം ഇതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേട്ട് നോക്കാം. സൂപ്പർ മാർക്കറ്റിൽ പമ്പിങ്ങിൽ പെട്രോൾ പമ്പിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്. 20 ലക്ഷം മുടക്കിയിട്ട് ഇത് 1 രൂപ പോലും മുടക്കാതെ വന്നിട്ടല്ല 10-60,000 രൂപ മേടിക്കുന്നത്. ഇപ്പം പുള്ളി 10-60,000 എത്തിയിട്ട് സാലറി. മറ്റേ പമ്പിലൊക്കെ 20 ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ പമ്പിന് ജോലി ചെയ്യിക്കുകയാണ് കേട്ടോ ആൾക്കാർ. പുള്ളിയുടെ ഇതിലത്ത് ഇവിടെ വന്നിട്ട് 10-60,000 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. ആരാണോ എന്തോ, നമ്മൾ 6,000 കാണുന്നത്. എന്തായാലും തലമുറയ്ക്ക് ജീവിക്കാതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് നല്ല സമയത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ദൈവം തന്ന ആ നന്മയ്ക്കാണ് ഇത്രയും പിള്ളേരെ എന്റെ വീട്ടിൽ നിർത്തി അവർക്ക് ജോലി കൊടുക്കുന്നത്. ഇതേണക്ക് കൊടുക്കാതിരിക്കുന്നതാണ്ടാ നല്ലത്. നീ ജോലി കേട്ടാ, നീ ഇതേണക്ക് ജോലി കൊടുക്കുക. നീ ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയത്, വേറെ എവിടെ നിന്നല്ല. ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയത്. നീ കോവിഡ് ടൈമിൻ്റെ അകത്ത് ഈ ബിസിനസ് നടത്തി നീ ഉണ്ടാക്കി. അത് പെൺപിള്ളേരെ എല്ലാത്തിനെയും നീ നല്ല പിഴിഞ്ഞ് ആണ് ഉണ്ടാക്കിയേക്കുന്നത് ആ കൊച്ചുങ്ങളെല്ലാം. അതായത് അവരുടെ കണ്ണീരിൻ്റെ ബലമാണ് നിന്റെ വീടും നിന്റെ കാറും നിന്റെ കോപ്പും എല്ലാം, വേറെ ഒന്നുമില്ല. എനിക്ക് വെബ്സൈറ്റ് ഈ വക തലവരെ ഒന്നും തന്നെ ഇല്ല. നീ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് നീ കച്ചവടം നടത്തുക, അതാണ് നല്ലത്. നിനക്ക് ഒരു തലവേദനയില്ല, നടത്തുന്നു കാണട്ടെ. 2-3 അപ്പാർട്ട്മെന്റ് അടച്ചു കിടക്കുക, അങ്ങോട്ട് പോകാറേ ഇല്ല. എനിക്ക് 10 കടയുണ്ടായിരുന്നു, മാവേലിക്കര കടയുണ്ടായിരുന്നു, എറണാകുളത്തോടെ ഒരു കടയുണ്ടായി. ഇതെല്ലാം നിർത്തി. ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്റെ പെങ്ങൾ ഒരു സിസ്റ്ററാണ്. എന്റെ ചേട്ടൻ 5 കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്നു. ഇപ്പൊ അടൂര് അച്ഛനാണ്, പുരോഹിതനാണ്. ആ പശ്ചാത്തലത്തിൽ വന്നു. എന്റെ ജന്മം കൊണ്ട് കുറെ ഇതൊക്കെ ഇത്രയും ആൾക്കാർ നിന്റെ ഉണ്ടായിട്ടാണോ നീ ഇത്രയും വലിയ ഉടായ്പ് കാണിക്കുന്നത് മോനെ? നിന്റെ വോയിസ് മെസ്സേജിൻ്റെ അകത്തുള്ള പുച്ഛവും അടിമ കണക്ക് ഈ പെങ്കൊച്ചുങ്ങളെ കാണുന്നതൊക്കെ ഇത്രയും നിങ്ങൾ സിസ്റ്ററാണ്, പിന്നെ പ്രിൻസിപ്പളാണ്, പള്ളിയിലച്ഛനാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. നീ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അതേ നിൻ്റെ കയ്യിലിരിപ്പും നിൻ്റെ വോയിസ് മെസ്സേജും കേട്ട പെൺപിള്ളേരുടെ ബാക്കി ഞാൻ പിന്നെ കേൾപ്പിച്ചു തരാം. ചില കോടിത്തരങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ പിള്ളേർ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കണ്ടേ? അങ്ങനെയൊക്കെ കേൾക്കണം. അതിലോട്ടൊക്കെ പോവാം നമുക്ക്. അന്നം കഴിച്ച് ജീവിക്കട്ടെ, അവരവര് കുടുംബം രക്ഷപ്പെടട്ടെ. അല്ലെങ്കിൽ എനിക്ക് വെബ്സൈറ്റ് കൊടുത്ത് തുടങ്ങിയിരുന്നു. ഈ 401 നീ വെബ്സൈറ്റ് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. ലൊബേല് മൊത്തം യാത്ര ചെയ്തുകൊണ്ടിരിക്കാം. ഇതുള്ളത് കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ നന്മ പ്രവർത്തി ചെയ്യുമ്പോൾ എത്രയോ പേര് ഇവർ ജോലിക്ക് പോയിട്ട് അവരന്നത്തിലാണ് കൺമണി തല്ലുമാരിട്ട്. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഇതൊന്നും അവനെ ബാധിക്കത്തില്ല. പിന്നെ അവൻ എന്ത് കോപ്പിനാണ് നീ കൺമണിക്ക് മെസ്സേജ് അയച്ചത്? ഇത് നിന്നെ ബാധിക്കത്തില്ലെന്ന്. നിന്നെ ബാധിക്കും. നിന്റെ ഈ ഉടായ്പ് മൊത്തം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചീട്ട് കീറി. ആ ചീട്ട് കീറിയതിൻ്റെ കരച്ചിലാണ് നീ ഇപ്പോൾ ഈ കരയുന്നത്. അതാണ് നീ കരയുന്നത്, അല്ല വേറെ ഒരു കോപ്പുമില്ല. നീ കരേ. ഇന്ന് നാളെ നിന്നാലും ഞാൻ 7 നിമിഷം നിർത്താൻ തയ്യാറാണ്. എനിക്ക് എന്റെ ഇങ്ങനെ കഴിഞ്ഞ ഓണത്തിന് നിർത്തിയതാണ്. ഇവരെല്ലാം കൂടെ കഴിഞ്ഞ ഓണത്തിന് നിർത്തിയതാണ്. പിന്നെ ആരൊക്കെ കാല് പിടിച്ച് തുറന്ന് അവൻ, അല്ലെങ്കിൽ തുറക്കത്തില്ലായിരുന്നു. എടാ, ഇതിൽ നിന്നാണ്ടാ നിനക്ക് ഇത്രയും മാത്രം വരുമാനം നീ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാൾക്ക് മനസ്സിലാവും. 3 ലക്ഷം രൂപ ഒരു മാസത്തിൽ 3 ലക്ഷം രൂപ ഒരു പെങ്കൊച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന 30,000 രൂപ. നീ നിങ്ങളവിടെ ഒരു 30 സ്റ്റാഫ് ഉണ്ടെന്ന് വെച്ചോ. അതിൻ്റെ അകത്ത് ഒരാൾ 3 ലക്ഷം വെച്ച് ചെയ്യുന്നു. നീ കൊടുക്കുന്ന 30,000, അതിൽ 10,000 വെച്ച് നീ പിടിക്കും. 10,000, 5,000 വെച്ച് നീ പിടിക്കും ഓരോരുത്തരും നിൻ്റെ താല്പര്യം അനുസരിച്ച്. അതെ. പിന്നെ
കട്ടിങ് ഫൈൻ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നീ കട്ടി. അതായത് ആ പെൺകുട്ടികൾക്ക് അവസാനം കിട്ടുന്നത് 10,000, 15,000, പിന്നെ 6,000. ഇനി ചില സമയത്ത് ഇങ്ങോട്ട് എനിക്ക് ഫൈൻ കാരണം ഇങ്ങോട്ട് തരേണ്ടി വരും. അപ്പോൾ നീ എന്ത് ഇപ്പം ഇതിൽ നിന്ന് ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കിയ നീ ഇതിൽ നിന്നാണ് നിന്റെ വരുമാനം എന്ന് പറയുന്നത്, വേറെ എവിടെ നിന്നും അല്ല. ഇതിൽ നിന്നാണ് നീ വരുമാനം. എന്റെ കാല് പിടിച്ചു സാറേ, നിർത്തലോ കാല് പിടിച്ചു. എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഇത് നിർത്തി കഴിഞ്ഞാൽ അമേരിക്ക, സ്വിറ്റ്സർലൻഡിലോ വേൾഡ് മൊത്തം യാത്ര ചെയ്തു. അയ്യോ നിർത്ത. നീ എന്നിട്ട് യാത്ര ചെയ്യും. വേദനിക്കുന്ന കോടീശ്വരൻ ജുഹു ബീച്ചിലാണ് പോയി ഇരിപ്പുണ്ടാ. കുറച്ച് ജുഹു ബീച്ചിലൂടെ പോയത് വിഷമിക്കും. വേദനിക്കുന്ന കോടീശ്വരനാണ് അണ്ണൻ. അപ്പോൾ എല്ലാവരും പെൺകുട്ടികളെല്ലാവരും നേരത്തെ തന്നെ പിരിഞ്ഞു പോവുക അവിടെ നിന്ന്. കാരണം അണ്ണനെ സ്വിറ്റ്സർലാൻഡ്, അമേരിക്കയിലൊക്കെ പോകാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ പോട്ടെ. ഇതുള്ളത് കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. ഇവർക്ക് 3-4 അവന് പുറത്തു പോകാനും പറ്റുന്നില്ല. കിളിക്കൂട്ടിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഫുൾ ടൈം. കൺമണി വീട് ചെയ്യിപ്പിച്ചു. ഞാൻ ഷീജോട് പറഞ്ഞു ഈ കുട്ടിയെ കെയർ ചെയ്യണം. അയ്യോ, കുറെ കുടിച്ചു പട്ടികൾ എവിടെയൊക്കെ കിടന്ന് കുരയ്ക്കും. അതായത് ഇവരുടെ ഈ ഇതിൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ട കുറേ പൊടിച്ചിപ്പട്ടികൾ എവിടെയോ കിടന്ന് കുരയ്ക്കുന്നു. പൊടിച്ചിപ്പട്ടികൾ എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കട്ടെ. നീ ആ കൂട്ടിൻ്റെ അകത്തു നിന്ന് പുറത്തിറങ്ങും. അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന മൊത്തം കിളികളുടെ കരച്ചിലാണ്. നീ ആ കിളിക്കൂട്ടിൻ്റെ അകത്തു നിന്നെങ്കിലും പുറത്തോട്ടിറങ്ങും, കേട്ടാ. ഇതൊന്നും കണ്ടാൽ നമ്മൾ ഇതൊന്നും കേട്ട് വിരളത്തില്ല. ഓ, അവൻ വിരളത്തില്ല. പിന്നെ നീ എന്തിനടാ ഈ പിന്നെ മറ്റേ വോയിസും പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്? പേടിച്ചിട്ടല്ലേ? നിൻ്റെയൊക്കെ ഉടായിപ്പ് തെളിവ് സഹിതം പൊക്കി എല്ലാവരും. തെളിവ് സഹിതം നീയൊക്കെ പൊളിഞ്ഞ് എന്നിട്ട് പിന്നെയും കിടന്ന് കുരയ്ക്കാണ്. ഇനി അവസാനം പ്രാക്ക്, കൺമണിക്ക് നേരെയുള്ള പ്രാക്കും കൂടെ കേൾക്കണം കേട്ടാ. എന്നിട്ടേ പോവാവും എല്ലാവരും. ഇയാൾ മുന്നോട്ട് പോകാനുണ്ട്. ഇയാൾ കല്യാണം കഴിച്ചു ഒരു അമ്മയാവേണ്ടി, അമ്മായിമ്മയാവേണ്ടിയതാ. അങ്ങനെ ഏതെല്ലാം ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പൊ നമ്മൾ നല്ലത് ചെയ്യും. കൺമണിയുടെ അടുത്താണ് പറയുന്നത്, നീ ഒരു അമ്മയാവേണ്ടതാണ്, അമ്മായി അമ്മയാവേണ്ടത്, അമ്മുമ്മയാവേണ്ടതാണ്. അതാണ് സ്വാഭാവികം, അങ്ങനെയാണല്ലോ. ഓക്കെ, ഇനി ബാക്കി നല്ല പ്രവർത്തിക്കുക. മറ്റൊരു നല്ലത് ചെയ്താൽ നല്ലത് കിട്ടാം, കേട്ടോ. പുലർച്ച ഉണ്ടാകുന്നു ഈ ജീവിതം കൊണ്ട്. ഇന്ന് എത്രയോ പേർക്ക് ക്യാൻസർ ആയി, പല വിഷയങ്ങൾ അപകടം സംഭവിക്കും. നാളെ എന്ത് സംഭവിക്കും അറിയാം. കൺമണി ചെറിയ പെങ്കച്ചിൻ്റെ തരാണ്. ക്യാൻസർ ആവാം, പിന്നെ അപകടം സംഭവിക്കാം. ഭീഷണിയാടാ നിന്റെ. നമുക്ക് ദൈവം തന്ന ദാനമായി ജീവിതം. നീ ആലോചിച്ചാൽ മതി. നിന്റെ വീട്ടിലെന്തോ മറ്റേ പള്ളിയിലച്ഛനോ ആരണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവരെടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ദൈവം തന്ന വരദാനമാണ് നിന്റെ ജീവിതം. പിന്നെ ക്യാൻസർ ഒന്ന് ചാവാനും വണ്ടി ഇടിച്ച് ചാവാനും ഒന്നും അണ്ണന് യോഗമില്ലായിരിക്കട്ടെ. കാരണം കൺമണിക്ക് വലിയ കാറും പറ്റൊന്നുമില്ല. നിനക്ക് BMW മറ്റേ ഇതാണ്. ഇപ്പം നീ മിനി കൂപ്പർ എടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ആദ്യത്തെ മിനി കൂപ്പറാണ് എന്നൊക്കെ പറയുന്നതല്ലേ. മറ്റേ വണ്ടിയൊക്കെ വേണമെങ്കിൽ മാമോദീസ മുക്കിക്കോ. നിന്റെ വണ്ടിയൊക്കെ മാമോദീസെങ്കിലും മുക്കണം. അതിനുള്ള ഇതൊക്കെ വകുപ്പുണ്ട് എനിക്ക്, കേട്ടാ. ആണ് മാത്രമേ പെങ്കൊച്ചുങ്ങളൊക്കെ നീ കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിനക്കത് നല്ലതാണ്. നീ ഏതാ മറ്റേ പെൺപിള്ളേരെയൊക്കെ മറ്റേ ഇതിൻ്റെ അകത്ത് ഹോസ്റ്റലിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ആ കഥയൊക്കെ നമുക്ക് കേൾക്കണ്ടേ നമുക്ക്? നീ മുന്നോട്ടുള്ള വീഡിയോക്കകത്ത് അതും കൂടെയൊക്കെ പറയാം, കേട്ടോ. അതൊക്കെ അറിയണം, നാട്ടുകാർ അറിയട്ടെ. എന്താണ് നാട്ടുകാർ അറിയാതിരിക്കുന്നത്? നാട്ടുകാരൊക്കെ അറിയട്ടതൊക്കെ. മറ്റുള്ളവർക്ക് ഇനിയെങ്കിലും നന്മയായിട്ട് ഒഴുകൂ എന്ന് മാത്രമേ ഒരു കൊച്ചു അനിയത്തിന്റെ രീതിയിൽ എനിക്ക് ഇയാൾ പറഞ്ഞു തരാനുള്ളൂ. അതെ, ഇത്രയും ഭീഷണിപ്പെടുത്തിട്ട് കൊച്ചനിയത്തിനടുത്ത് പറയാവുള്ളൂ, കേട്ടാ. വണ്ടി ഇടിക്കാവോ, ക്യാൻസർ വരാം, കേട്ടാ. പ്രാക്കണ്ണൻ്റെ വക. അയ്യോ, ഇത് അവൻ്റെ വകയുള്ളത്. ഇനി ഭാര്യയായ അച്ഛൻ്റെ വകയുള്ളത് നമുക്ക് അടുത്ത് കേൾക്കാം. അച്ഛന് പിന്നെ സുപ്രീം കോടതിയിലെ വക്കീലാണ് എല്ലാം. പോലും കണ്ടിട്ടില്ല. അപ്പോ എന്റെ വീട്ടില് ക്രിമിനല് അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് രശ്മിയോട് സ്നേഹത്തോടൊരു കാര്യം പറയാനാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. കാരണം എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഇച്ചി പോകുന്ന വർത്തമാനം പറഞ്ഞിട്ടില്ല.
അപ്പോ രശ്മി, ഞാനൊരു വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. വേൾഡ് വൈഡായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, വേറെ ആപ്പ് ഓപ്പൊന്നും അല്ല. എനിക്ക് പബ്ലിക്കിന്റെ നേരിൽ നിന്ന് രശ്മിയുടെ ഈ ഒരു വീഡിയോ കാരണം വളരെ വലിയ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അതായത് അത് നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവേ അടിക്കത്തോള്, അല്ല എന്താണ് അടിക്കാൻ പോണത്? നിങ്ങൾ ചെയ്തിട്ടുള്ളത് മൊത്തം ഉഡായിപ്പാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റിയിലൊന്നും പറയുന്നില്ല. അത് പിന്നെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ക്വാളിറ്റിയുടെ വലിയ കാര്യമൊന്നും ഇല്ലെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഉഡായിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ഫ്രീ ഫുഡും മറ്റതും അത് ഉഡായിപ്പാണ്. പിന്നെ ഉള്ളത് സാലറി 20,000, 25,000, 40,000 എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന പരസ്യങ്ങൾ. നിങ്ങൾ കൊടുക്കുന്ന പരസ്യങ്ങൾ മാത്രമല്ല, ഇപ്പോഴും നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് മെസ്സേജ്, അതിൻ്റെ അകത്തും സാലറി 20,000 ആണ് പറയുന്നത് കേട്ടോ. ഉഡായിപ്പാണ്. ഇത് നിങ്ങൾ എല്ലാ 15,000 താഴെ ഉള്ളവർ വരാൻ പറയാൻ പറഞ്ഞു. എന്നാൽ 15,000 രൂപ പോലും സാലറി മേടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറയാം. എത്ര സ്ലിപ്പ് കണ്ടെന്നറിയാമോ? ഇതിപ്പോൾ അവരെ ഉള്ള സ്ലിപ്പുകൾ മാത്രമാണ്. അങ്ങനെ ഇനി എത്രയോ പെങ്കൊച്ചുങ്ങളതിൽ കാണാം. അതൊക്കെ വെച്ച് ഇനി നിങ്ങൾ ഈ ഫൈൻ എന്ന് പറഞ്ഞാൽ മാങ്ങ ഏത് എംപ്ലോയ്മെൻറ്റ് ഇതിലാണ് അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞേക്കുന്ന ഫൈന്? ഇരുന്ന ഫൈന്, തുമ്മിയ ഫൈന്. അവൻ്റെ ഈ അവൻ്റെ ഓണർ എന്ന് പറഞ്ഞവൻ രാവിലെ എണീറ്റ് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ച് കണ്ട് ആൾക്കാർ കണ്ട് അതിൻ്റെ അകത്ത് മറ്റേ ഇമോജി നമ്മൾ ഇട്ട് കൊടുക്കണം, മറ്റേ ഇതൊക്കെ റിപ്ലൈ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അണ്ണൻ ചോദ്യം ചോദിക്കും അതിനെക്കുറിച്ച്, മനസ്സിലായി? അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഫൈൻ. ആ ഇമോജി ഇട്ട് അതിനെ ഞങ്ങൾ കണ്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളത് ആക്കിയില്ലെങ്കിൽ ഫൈന്. നീ എവിടെ നിന്നടാ നീയൊക്കെ? ഏത് ലോകത്താണ്? ഇന്നെന്താ അടിമത്തോ? എന്നിട്ട് പിന്നെയും വന്നിരുന്ന് കൊരയാണ്, കൊരപ്പോട് കൊര. നാണമാനമില്ലാത്തവന്മാർ. അറിയാമല്ലോ, ഒരു വ്യക്തിക്ക് മാനനഷ്ടം. ഒരു വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തി, വെറുതെ ഇരിക്കുന്ന വ്യക്തി, നിങ്ങൾ വെറുതെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ മാനനഷ്ടം എന്നൊക്കെ ആരാണ് കൊടുക്കാനുള്ളത്? ഈ പെൺകൊച്ചുങ്ങൾ നിങ്ങൾക്കെതിരെ കൊടുക്കാനുള്ള ക്രിമിനൽ കേസുകളാണ്. നിങ്ങൾക്കെതിരെ ഈ പെൺകുട്ടികളെല്ലാവരും വന്ന് നിങ്ങൾക്കെതിരെ കൊടുക്കാനുള്ള ക്രിമിനൽ കേസാണ്. അതാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്കെതിരെ എല്ലാ പെൺകുട്ടികളും സംഘടിച്ച് വന്നിട്ട് നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കണം. നിങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, അതിൻ്റെ ലൈസൻസ് എടുത്ത് കളയണം. ആ ലൈസൻസ് കൊടുത്തവനെ പിടിച്ചകത്താക്കണം. സ്ഥാപനത്തിൻ്റെ ലൈസൻസ് വന്ന ഏതെങ്കിലും ഒരുത്തൻ കാണുമല്ലേ, അവനെയും പിടിച്ചകത്താക്കണം. അതേ കണക്ക് തന്നെ ഈ ഒരു കുടുസ് മുറിക്കകത്ത് നീയൊക്കെ മറ്റേ ഈ 10-50 പേരെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടല്ലേ ഈ പിള്ളേരെയൊക്കെ. അതിൻ്റെ 50 പേരെ കയ്യിൽ 30 പേരെ പോലും നിൽക്കാൻ സ്ഥലമില്ല. അവിടത്തേക്കാണ് നീയൊക്കെ പരസ്യം ചെയ്യുന്നത്. 200 വേക്കൻസി ഉണ്ട്, 500 വേക്കൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും അവിടുത്തെ ഉള്ളവരൊന്നും കാണുന്നില്ല. ഇതൊക്കെ അവിടുത്തെ പോലീസുകാരും മറ്റേ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മറ്റേ ലേബർ ഓഫീസിലെ അവന്മാരൊക്കെ മറ്റേ വായിക്കാത്ത അമ്പഴങ്ങി പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ചാരിറ്റി ചെയ്ത് നിങ്ങൾ ഏതോ ജനുവരിക്കകത്ത് എന്തോ കല്യാണമൊക്കെ നടത്തുമെന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് കല്യാണം കഴിച്ച അവർക്ക് പിന്നെ നിങ്ങൾ ജോലി കൊടുക്കും. നിങ്ങൾ എവിടെയാണ് കല്യാണം നടത്തിയത്? എവിടെ കല്യാണം നടത്തി നിങ്ങൾ? ചാരിറ്റി. നിങ്ങൾ ഇത്രയും ഈ ചാരിറ്റി നടത്തിയതിൻ്റെ കണക്കിലപ്പോൾ പെമ്പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നാറും. ആ വാങ്ങിച്ച സാധനങ്ങളെല്ലാം പെമ്പിള്ളേരുടെ പൈസ ഇട്ടാണ് വാങ്ങിച്ചത്. നിങ്ങളൊരു അങ്കും മത്തങ്ങ വാങ്ങിക്കാറില്ലടോ. ആ പെങ്കൊച്ചുങ്ങളായ എല്ലാ സാധനങ്ങളും നിങ്ങൾ പൈസ കൊടുത്താൽ മറ്റേ അവരേന്ന് പൈസ പിരിച്ചാണ് നീയൊക്കെ മേടിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ ചാരിറ്റി കൊണപ്പ്. കഷ്ടം തന്നെ. ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇതൊക്കെ ആ പെങ്കൊച്ചുങ്ങളെയൊക്കെ കഷ്ടതകൾ കേൾക്കാനത്തെ ഇതെങ്ങനെ പറഞ്ഞാൽ പോലെ ഇതിൻ്റെ അപ്പുറം പറയണം. പെൺകുട്ടികൾക്ക് ജോലി കൊടുത്ത് ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുത്ത് ഇത്രയും പെൺകുട്ടികളെ ജോലി എടുത്ത് ആ പെൺകുട്ടികൾക്കൊക്കെ വളരെ കഷ്ടമാണ് നീയൊക്കെ ചെയ്തേക്കുന്നത്. നീയൊക്കെ അടിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് കൊച്ചുങ്ങളായക. എന്നിട്ട് പിന്നെയും വന്ന് മറ്റേ വലിയ കൊച്ചമ്മയെ കണക്ക് വന്നിരുന്നുകൊണ്ട് അങ്ങ് തള്ളി അങ്ങ് വിടുകയാണ്. കുറച്ചൊക്കെ ഉളുപ്പൊക്കെ അവിടെ ആ കുറച്ചൊക്കെ ഉളുപ്പാവും ഇതിനൊക്കെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്ന? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാവും.
ഏറെ സാധാരണക്കാർക്ക് വേൾഡ് ഫുള്ള് ഞാൻ കുർത്തീസുകൾ കൊടുത്ത് ഒരു ഇമേജ് ഉള്ള എന്റെ സ്ഥാപനത്തിന് രശ്മി കുറെ പേരുമായിട്ട് ഗ്യാങ് ചേർന്ന് കറക്റ്റ് കാര്യങ്ങൾ തൊട്ടടുത്ത് ഇത്ര എനിക്ക് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റും. തെളിയിപ്പിച്ചാൽ സത്യമാണ് നിന്നെ എന്നോട് തെളിയിപ്പിക്കണം. അത്രയും പെങ്കൊച്ചുങ്ങളെ ആ കമന്റ് ഇട്ട കൊച്ചുങ്ങളെ പിടിച്ചുകൊണ്ട് വണ്ടി കൊണ്ട് നിർത്തിയാ ലേബർ ഓഫീസറെ കൂടെ ഇരുത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ലേബർ ഓഫീസറെ ഇരുത്തിയിട്ട് ഈ കമന്റ് ഇട്ട പെങ്കൊച്ചുങ്ങളെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് പരാതി പറയുമെന്ന് നോക്കിയേ. പറ്റുമെന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കുക നിങ്ങൾ. അല്ലെങ്കിൽ ലേബർ ഓഫീസർ ഇരുന്നിട്ട് ഇപ്പം നമുക്ക് ഓൺലൈനിൽ പരാതി സ്വീകരിക്കാമല്ലേ, അവരെല്ലാം വന്ന് ഓൺലൈനിൽ നിങ്ങൾക്ക് പരാതി പറയും. എന്തേ പറ്റുമോ? ഈ കമന്റ് ഇട്ട പെൺകൊച്ചുങ്ങളെല്ലാം നിങ്ങളവിടെ പ്രവർത്തിച്ച പെൺകുട്ടികളാണ്. എന്നിട്ട് നീ കൊടുത്ത സാലറി സ്ലിപ്പ് അതെടുത്ത് വയ്ക്കുക. കൊടുത്ത സാലറി സ്ലിപ്പ് എടുത്ത് വയ്ക്കുക. അവരുടെ അക്കൗണ്ടിലോട്ട് പോയ പൈസ എത്രയും നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ബുദ്ധിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ നിന്ന് പോയി സാലറി അവരെടുത്തു കഴിഞ്ഞാൽ ആ സാലറിയിൽ നിന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പിടിക്കാനുള്ള പൈസകളൊക്കെ പിടിക്കും. അതായത് ഫൈനുകളൊക്കെ വല്ലാത്ത ഫൈനുകളാണ് കേട്ടാ. വല്ലാത്ത ബുദ്ധിയാണ് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ ഉടായ്പകൾ ഇതൊക്കെയാണ്. നിങ്ങളെ പേ സ്ലിപ്പ് കണ്ടാൽ മാത്രം മതി അതിൽ ഉടായ്പകൾ മനസ്സിലാവാനായിട്ട്. പേ സ്ലിപ്പ് മാത്രം കണ്ടാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന ഉടായ്പകൾ അറിയാനായിട്ട്. ഒരു 3 പേ സ്ലിപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ അകത്ത് ഉടായ്പ എന്താണെന്നുള്ള കേട്ടാ. അത്രയ്ക്കേ ഉള്ളു നിങ്ങൾ. അത്രയ്ക്ക് മാത്രം തട്ടിപ്പാണ് നടത്തിയേക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പെന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ ക്രിമിനൽ നിയമപ്രകാരമാണ് നിങ്ങൾക്കെതിരെ കേസ് എടുക്കാനുള്ളത്. പിന്നെ ഈ പെൺകുട്ടികളെ, അതായത് പിന്നെ ഈ എംപ്ലോയ്മെൻറ്റ് കൊടുത്ത് മറ്റേ കുറച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ പെൺകുട്ടികൾക്കൊക്കെ സാലറി നിങ്ങൾ ബാങ്കിലോട്ടാണ് കൊടുക്കുന്നത്, ചെക്കാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള. ഈ ചെക്കും മറ്റേ ബാങ്കിലോട്ടൊക്കെ പോയ പൈസയ്ക്ക് ഒരു ഇത് കാണുമല്ലോ. എത്ര രൂപയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അല്ല 5000 അല്ല 15000 രൂപയുടെ താഴെയാണോ ഉള്ളത്, ഇതൊക്കെ അതിൻ്റെ അത് കണക്കുണ്ടല്ലോ അല്ലേ. അതിൻ്റെ കണക്കുണ്ടല്ലോ. ആ കണക്കുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, നല്ലതായിരിക്കും. ചിലപ്പം വല്ല റെയ്ഡ് വന്നു കഴിഞ്ഞാലോ, ചിലപ്പോൾ വല്ല റെയ്ഡൊക്കെ വരാം. ചിലപ്പം ഇപ്പോൾ തുടങ്ങിയതിൻ്റെ അന്ന് മുതലുള്ള ഇതെല്ലാം എടുത്തു വെച്ചിട്ട് റെയ്ഡ് നോക്കാം. അങ്ങനെയൊക്കെ നടത്താൻ നോക്ക്. പിടിക്കപ്പെടും, നല്ല രീതിയിൽ പിടിക്കപ്പെടും. പക്ഷേ വലിച്ചു പോവുകയും ചെയ്യും. ഒരു വ്യക്തിക്ക് ഞാൻ ആർക്കും ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നെ ചീത്ത വിളിച്ചിട്ട് പോകുന്ന ഒരു സ്റ്റാഫ് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. നിങ്ങളും നിങ്ങളെ ഭർത്താവും കൂടെ ഒരു പെങ്കൊച്ചിനെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നതില്ലേ അതിൻ്റെ അകത്തിട്ട് തല്ലിയിട്ടുണ്ട്. അന്ന് ബാക്കി പുറത്തു പോയി താമസിച്ച ആൾക്കാരെല്ലാവരും വന്ന് ഈ കൊച്ചിനെ അവസാനം രക്ഷിച്ച്. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കേസാക്കിയിട്ടില്ല അത് കേട്ടാ, കേസാക്കിയിട്ടില്ല. പക്ഷെ അവരൊക്കെ ആ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ആ ഇൻസിഡൻറ്റ് ഇനിയും വിളിച്ചു പറയും. മനസ്സിലായാ? ആരൊക്കെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല നിങ്ങൾ. ഈ കള്ളത്തരം പറയുന്നതിനൊക്കെ കുറച്ച് ഉളുപ്പം ഒക്കെ വേണോടെ. എന്തിനാണ് ഇമ്മാതിരി വന്നിരുന്ന് കള്ളത്തരം പറയുന്നത്? പോലും വ്യക്തമായ പ്രൂഫ് പോലും എന്റെ കയ്യിലുണ്ടായിട്ട് പോലും ഞാനൊരു കേസ് കൊണ്ട് കൊടുത്തിട്ടില്ല. കാരണം ഒരു വക്കീലിനെ നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് കൈ കോർത്ത് നമുക്ക് പബ്ലിക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാം. കാരണം കൺമണിയടുത്ത് പറയാണ്, വീഡിയോ ഡിലീറ്റ് ചെയ്ത് നമുക്കിവിടെ വന്ന് പബ്ലിക്കിൻ്റെ നമ്മൾ രണ്ടിട്ട് കൈ കോർത്ത് പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നിന്നെ സുപ്രീം കോടതി വരെ കൊണ്ടുപോയി എത്ര രൂപ മുടക്കിയാലും നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ മാനഹാനി മാനനഷ്ടം എല്ലാത്തിനും നിനക്കെതിരെ കോടിക്കണക്കിന് രൂപ ചാർത്തും. ഭീഷണി. നിങ്ങൾ ആദ്യം കൊണ്ടുപോയിട്ട് ആ കൺമണിക്കെതിരെ അങ്ങനെ കേസ് കൊണ്ടുകൊടുക്കും. അത്ര ഇതാണ് നിങ്ങൾ കൊണ്ടുകൊടുക്കും. ആ കൊടുക്കുന്ന അതേ കണക്കന്നെ നിങ്ങൾക്കെതിരെ ക്രിമിനൽ ചട്ടപ്രകാരം ഇത്രയും നാൾ നിങ്ങൾ പീഡിപ്പിച്ച പെൺകൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ നിങ്ങൾക്ക് കേട്ട് തരും. ഇപ്പം ഏത് പോലീസ് സ്റ്റേഷനിൽ വേണോ അവർക്ക് കേസ് കൊടുക്കാം. നിങ്ങളെ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ വരണമെന്നൊന്നുമില്ല. പുതിയ നിയമം അനുസരിച്ച് പെൺപിള്ളേരുടെ ജോലി സ്ഥലത്തുള്ള പീഡനത്തിനൊക്കെ, അതായത് മാനസിക പീഡനമാണെങ്കിൽ മതി,
ഇതിനൊക്കെ ചിലപ്പം 10 കൊല്ലമൊക്കെ പോയി അകത്ത് കിടക്കണം. അങ്ങനെ കുറച്ച് കളുണ്ട്. അപ്പോൾ BMW കാറുള്ള അണ്ണൻ, മറ്റേ ഓടി കാറുള്ള അണ്ണൻ, പിന്നെ ജാഗ്വർ, മിനി കൂപ്പർ, ഇതൊക്കെ ഉള്ളവനെ ആയാലും ശരി തന്നെ ചിലപ്പോൾ പോയി അകത്ത് കിടക്കും 10 കൊല്ലം. പിന്നെ സുപ്രീം കോടതിയിലെ വക്കീലൊന്നും വേണ്ട അതിന് നാട്ടിലുള്ള നല്ലൊരു വക്കീൽ മതി. സുപ്രീം കോടതിയൊന്നും പോകണ്ട. അവരൊക്കെ നാട്ടിലുള്ള വക്കീലാണെങ്കിൽ നാട്ടിൽ നല്ലൊരു വക്കീലിനെ അവരെല്ലാവരോടും ചേർന്ന് വെക്കുക. അല്ലെങ്കിൽ ഈ സമൂഹം ചേർന്നിട്ടൊരു വക്കീലിനെ ഏർപ്പെടുത്തും നിങ്ങൾക്കെതിരെ ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആകാം. ഇത് എന്താണെന്ന് വിചാരിച്ചാൽ മറ്റേ പെങ്കൊച്ചിനെ ഭീഷണിപ്പെടുത്തി അങ്ങ് മാറി മറിക്കല്ലെന്ന് വിചാരിച്ചത്. കുറച്ചൊക്കെ വെളുപ്പൊക്കെ അവിടെ കുറച്ചൊക്കെ. അപ്പോൾ എന്തായാലും ഈ 2 എണ്ണത്തിൻ്റെ വോയിസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വെക്കാം. അവരെന്തായാലും അവരുടെ വീഡിയോയ്ക്കകത്ത് കൺമണിയുടെ ആയിട്ടുള്ള വോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ വയ്ക്കാം. കൺമണിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജാണ്. അപ്പോൾ ധൈര്യമായിട്ട് വയ്ക്കാം. കാരണം അവരൊക്കെ അവർ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇടുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ വീഡിയോ അമുക്കുക, ട്രിം ചെയ്യുക, ഇതൊന്നും നോക്കണ്ട. ഞങ്ങളെല്ലാം വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് നിങ്ങളെ സ്വനാപ്പികളെല്ലാം കേട്ടോ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ അയക്കുന്ന വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് ജോബെന്ന് അയക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് വരുന്ന വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് 20,000 രൂപ സാലറി എന്നുള്ള കള്ളത്തരം നിങ്ങളെ ഭർത്താവെന്ന് പറഞ്ഞവ ഇരുന്നുകൊണ്ട് ഇപ്പോഴും വരുന്ന മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ നിങ്ങൾ രാവിലെ ഇരുന്ന ഇൻ്റർവ്യൂ എടുത്ത് കമ്മീഷൻ വാങ്ങ ഇതാണ് ഉള്ളത്. ഇനി വേറെ കുറേ വോയിസുകളുണ്ട് പെൺകുട്ടികൾക്ക് പറയാനുള്ള. അതെല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് അതെല്ലാം എടുത്ത് വെച്ച് തരാം. കാരണം അവരുടെ പെർമിഷനോട് മേടിച്ചിട്ട് വെച്ച് തരാം കേട്ടോ. കാരണം അവർക്ക് പറയാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കോഴിത്തരങ്ങൾ, കള്ളം കയറിയത്, പിന്നെ ഈ പൈസ കൊടുക്കുന്നതിൻ്റെ അകത്തുള്ള ഉടായ്പ്, കമ്മീഷൻ എങ്ങനെ, ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറയാനുണ്ട്. അതൊക്കെ അവരുടെ വോയിസിൽ തന്നെ എല്ലാവരും കേൾക്കണം അല്ലേ? അതല്ലേ വേണ്ടുന്നത്. അവരുടെ വോയിസിൽ തന്നെ എല്ലാവരും കേൾക്കണം. അതൊക്കെ എങ്കിലേ എല്ലാവർക്കും മനസ്സിലാവൂ എന്താണ് അവിടെ നടക്കുന്ന, ഈ മക്കൾ നടത്തുന്ന തട്ടിപ്പ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവാൻ അത് വളരെ നന്നായിട്ട് ഉപകരിക്കും. അപ്പോൾ 2 വോയിസും ലാസ്റ്റ് വയ്ക്കുന്നുണ്ട്. 2 വോയിസുകൾ ഈ ഓണർമാരെ അണ്ണനും ചേച്ചിയുടെ വോയിസാണ്. അത് കേൾക്കുക, നല്ല രസമാണ്. തള്ളിൻ്റെ അങ്ങേറ്റവും ഭീഷണി, പിന്നെ പ്രാക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കേൾക്കാം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക, ഉപകരിക്കും. ഈ ഒരു ടോപ്പിക്ക് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഉപകരിക്കും അത്. ഓക്കെ, അപ്പോൾ ബൈ. കൺമണി, വളരെ സ്നേഹത്തോട് ഞാനൊരു വോയിസ് തന്നോട്ട് അത് കേട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഇയാൾ ചിന്തിക്കുക. ഇയാളൊരു കൊച്ചു പെണ്ണാണ്. അതായത് 10 18 ആ പ്രായം, അല്ലെ 21 ആ വയസ്സിനിടയിലുള്ള ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഈ ഓൺലൈൻ വെബ്സൈറ്റോട് തുടങ്ങാം. ഇപ്പോൾ ഒരു ഞാഞ്ഞൂല് തുടങ്ങിയാൽ പോലും ചെറിയ കട തുടങ്ങിയാൽ വെബ്സൈറ്റ് കൂടെ ചെയ്യുന്നത്. വെബ്സൈറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1000 പ്രോഡക്റ്റൊക്കെയാണ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത്. വെബ്സൈറ്റ് ആകുമ്പോൾ 490 രൂപ കൊടുക്കുന്ന 590 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ലാഭവും കിട്ടും. അപ്പോൾ കുറച്ച് പുറത്തേ പോകത്തുള്ളൂ, അത് പോയാൽ മതി. ഞങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഈ ക്വാണ്ടിറ്റി ചെയ്തുള്ള ടെൻഷൻ വേണ്ട. രണ്ടാമതായി, ജീവിതത്തിൽ ആരും തന്നെ ഒരു ടെക്സ്റ്റൈൽ പോലും ഹോസ്റ്റലെടുത്ത് താമസിക്കത്തില്ല, റിസ്ക്കാണ്. ആ സ്ഥലത്താണ് ഞങ്ങളൊരു വീടിനോട് ചേർന്ന് 19 പെമ്പിളാർ മാസം 35,000 40,000 50,000 രൂപ സാലറി മേടിക്കുന്നത്. കൺമണിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ എന്നെ വലിയ വിളിച്ച് വരാൻ കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ചെക്ക് കാണിച്ച് അവരെ മുന്നിൽ വെച്ച് പറഞ്ഞു തരാം. ഇനി ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി, 19 പെൺകുട്ടിയുടെ വായടക്കാൻ പറ്റത്തില്ലല്ലോ, ഏതെങ്കിലും പെൺകുട്ടികൾ കൊണ്ട് ഒരു ചെറിയ തെറ്റോലിയും കൊണ്ട് പറയിപ്പിച്ചാൽ കൺമണി പറയുന്നത് എന്ത് പ്രായച്ചിത്തവും ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് എത്രയോ പെൺകുട്ടികൾ എവിടെ പോയാലും ഞാൻ ഇവിടെ വരുമ്പോൾ മേളിലേക്ക് എല്ലാവരും കൂടി ചോദിക്കും 15 കിട്ടി ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആൾക്കാരും ഇല്ല എന്നാണ് പറയുന്നത്. ചിലർ പറയും അത് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ 10ഉം 12ഉം കിട്ടി എറണാകുളത്തൊക്കെ പോയി ഹോസ്റ്റലും എടുത്ത് ഒരു ജീവിതത്തിൽ ഒരു ലക്ഷം ഇരിക്കുമ്പോഴാണ് ഇവരും കൂടെ കൊണ്ടുവന്നിട്ട് ഫ്രീ ഹോസ്റ്റലും കൊടുത്ത് കെയർ ചെയ്ത് 10,000-40,000 രൂപ. അത് ആരെയും അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് വിളിച്ച് കാലെ പിടിക്കുന്ന ഇത്രയും വില കുറച്ച് അതുകൂടെ കൊടുക്കുന്നത് പിള്ളേർക്ക് വരുമാനം കിട്ടാൻ വേണ്ടി. ഇവിടെ 10% കമ്മീഷനാണ്. അത് കൺമണിക്ക് അറിയാമോ ഇല്ല എനിക്ക് അറിയത്തില്ല. ആ ഒരു ദിവസം 30,000 രൂപ ബിസിനസ് ചെയ്യുമ്പോൾ 3,000 രൂപ കിട്ടുന്നത് സ്വാഭാവിക 3 വീഡിയോ ഒരു ദിവസം നടക്കുന്നുണ്ട്. അപ്പോൾ മിനിമം ഒരു കുട്ടി 30,000 ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ 20,000 ചെയ്യും. 20,000 ചെയ്താൽ പോലും 10% ആകുമ്പോൾ 2,000 രൂപ കിട്ടും. 30 ദിവസം ആകുമ്പോൾ 60,000 രൂപ കുട്ടി കിട്ടും. അത് സത്യമായ കാര്യമാണ്. സാലറി അല്ല, കമ്മീഷൻ. കടയിൽ കുറവാണ്. അപ്പോൾ കടയിൽ നിർത്തി കുറച്ച് പേര് കഴിവുള്ളവർ ഇങ്ങോട്ട് മാറ്റും. ആദ്യം ചിലരെ കടയിൽ നിർത്തും. നമുക്ക് 100% പെർഫെക്റ്റ് എന്ന് തോന്നിയാൽ അത് ജോലിക്ക് വന്നേര് കടയിൽ നിർത്തും. കടയിൽ നിർത്തി കഴിവ് കാണിക്കുന്നവരെ ഇങ്ങോട്ട് വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൺമണി ഒരു വീഡിയോ ചെയ്തു,
ഞങ്ങൾ ആഡ് ചെയ്തും അഡ്വാൻസ് ആയിട്ട് ക്യാഷ് മേടിക്കുന്നില്ല. ഇവിടെ വന്ന പെൺകുട്ടികളിൽ നിന്ന് 1 രൂപ ഞങ്ങൾ മേടിക്കുന്നില്ല. അവർക്ക് ഫ്രീ ആയിട്ട് ജോലി കൊടുക്കുവാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എത്ര കാശ് മുടക്കി ഇൻവെസ്റ്റ് ചെയ്താൽ പഠിക്കുന്നത്? ഒരു ജോലിക്ക് വേണമെങ്കിൽ ഗൾഫിൽ പോകണമെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം രൂപ വേണം. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന 20 ലക്ഷം കൊടുത്തിട്ട് അവിടെ തെക്കോട്ട് മടക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ പമ്പിൽ പെട്രോൾ പമ്പിലേക്കാണ് ജോലി ചെയ്യുന്നത് 20 ലക്ഷം മുടക്കിയിട്ട്. ഇത് 1 രൂപ പോലും മുടക്കാൻ വന്നിട്ടാണ് 10-60,000 രൂപ മേടിക്കുന്നത്. കൺമണി ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ കൺമണി ഇരുന്ന് ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പ്രീമിയം വണ്ടികളാണ് യാത്ര ചെയ്യുന്നത്. അടൂര് എനിക്ക് മാത്രമേ ഉള്ളൂ ലെക്സസ്, ബെൻസ്, BMW, ലെക്സസ്, ജാഗ്വാർ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ആർക്കും ഇല്ലാത്ത മിനി കൂപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് എറണാകുളത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും എന്നെ ഇവിടുന്ന് കൺമണി എന്ത് മോശമായിട്ട് ചെയ്താലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ കടയിൽ പോലും വരാറില്ല. കാരണം എനിക്ക് പണ്ട് കടയിൽ അത്ര ശ്രദ്ധിച്ച് ഇപ്പോൾ കടയിൽ പോലും വരാറില്ല, ആരും മൈൻഡ് ചെയ്യാറില്ല. കാരണം ബിസിനസ് കുറഞ്ഞാലും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ നല്ല സമയത്ത് എനിക്ക് ജീവിക്കാനുള്ള ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സർവീസ് ചെയ്യുക. ഇത്രയും പെൺകുട്ടികൾക്ക് കൺമണിക്ക് ഒരാൾക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ? കൺമണിക്ക് ഒരാൾക്കൊരു ജോലി കൊടുക്കാൻ പറ്റും. ഞാൻ ഇത്രയും പേർക്ക് എൻ്റെ വീട്ടിനോട് ചേർത്ത് ജോലി കൊടുക്കുമ്പോൾ ഇനി എത്രയോ പെൺകുട്ടികൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കുമ്പോൾ അവരെ അന്യത്തിലാണ് കൺമണി കല്ലുവാരിയിട്ടത്. എൻ്റെ അന്യത്തിലല്ല. എനിക്കും എൻ്റെ തലമുറയ്ക്ക് ജീവിക്കാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് നല്ല സമയത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ദൈവം തന്ന ആ നന്മയ്ക്കാണ് ഇത്രയും മുമ്പാണ് എൻ്റെ വീട്ടിൽ നിർത്തി അവർക്ക് ജോലി കൊടുക്കുന്നത്. ഇവിടെ 8ഉം 10ഉം ഇവിടുന്ന് പിള്ളേർ പോകുന്നു പറയുമ്പോൾ 8ഉം 10ഉം കിട്ടി, പ്ലസ് 2 കഴിഞ്ഞ് 8ഉം 10ഉം കിട്ടി, ഇവിടെ 35-40 കിട്ടുമ്പോൾ അവർക്ക് അഹങ്കാരം കൂടും. അഹങ്കാരികളെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് വീടോട് ചേർത്ത് അയൽവക്കക്കാരൊക്കെ ഉണ്ട്. ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ ബാധിക്കും, ഞങ്ങളുടെ സ്ഥാപനത്തെ ബാധിക്കും, വീടിനെ ബാധിക്കും. അപ്പോൾ ഇതിൽ വന്ന എല്ലാവരും പെർഫെക്റ്റ് ആണോ? കൺമണി വീട്ടിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്ന് അവർ തരികടയാൻ തോന്നിയാൽ കൺമണി വീട്ടിൽ വെച്ചോണ്ടിരിക്കും, പുറത്താക്കും എന്ന് പറയുന്നത്. അഹങ്കാരി വന്ന് പുറത്താക്കും, അല്ലെങ്കിൽ അഹങ്കാരി സഹായിച്ച് അവർ പുറത്തു പോകും. 8ഉം 10ഉം കിട്ടിയവർ ഇവിടുന്ന് 30-40 കിട്ടി പുറത്ത് പോയിട്ട് ജോലി കിട്ടാൻ നടക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ ആ രീതിയിൽ ചെയ്യും. കൺമണി ഒരു കാര്യം ചെയ്യും, ഞാൻ വളരെ റിക്വസ്റ്റായിട്ട് വിളിക്കുന്നു, ഇവിടെ വന്നിട്ട് ഇവർ ചെയ്യുന്ന മാസം മേടിക്കുന്ന ശമ്പളം 10-ാം തീയതി ഞാൻ ചെക്ക് ഒപ്പിടുമ്പോൾ കണ്ടു നോക്ക്. അപ്പോൾ എത്രയോ ഒരു ചാരിറ്റിയാണ് ചെയ്യുന്നത്. എനിക്ക് വെബ്സൈറ്റിലൂടെ ഈ വരെ തലവരെ ഒന്നും തന്നെ ഇല്ല. എവിടുന്നോ കിട്ടുന്ന പെൺകുട്ടികൾ ഇവിടെ വന്ന് 19 പെൺകുട്ടികളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഉച്ചയ്ക്ക് ഫുഡും കൊടുത്ത് അവർക്ക് 10ഉം 40ഉം 50ഉം അവർ മേടിച്ച് അവർ കുടുംബം രക്ഷപ്പെടുമ്പോൾ ഇനി എത്രയോ പേര് വന്ന് ജോലി ചെയ്യാറുണ്ട്. അവരെ അന്നത്തിലാണ് കല്ല് വാരിയിട്ടത്, എൻ്റെ അന്നത്തിലല്ല. ഇതൊന്നും കേട്ടാൽ ഞാൻ ഇതൊന്നും ബേജാറാവുന്ന കൊടുത്തില്ല. ഞാൻ അടൂർ കട തുടങ്ങിയപ്പോൾ തൊട്ട് അന്ന് തൊട്ട് അടൂര നാട്ടുകാരെ എൻ്റെ പേര് കുറച്ചുകൊണ്ടിരിക്കുക. ഞാൻ റോഡിൽ കൂടെ പോയി കുറയ്ക്കുന്ന പട്ടികളെ പുറകെ നടക്കാറില്ല. ഞാൻ എന്തിന് പുറപ്പെട്ടു ആ ലക്ഷ്യം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി. ഇന്ന് ഞാൻ അടൂർ തലയോർത്തിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അടൂർ. അല്ലാതെ എനിക്ക് എറണാകുളത്ത് 2-3 അപ്പാർട്ട്മെന്റ് അടച്ചു കിടക്കുക ഞങ്ങൾ പോകാറേ ഇല്ല. എനിക്ക് 10 കടയുണ്ടായിരുന്നു, മാവേലിക്ക കടയുണ്ടായിരുന്നു, എറണാകുളത്തുള്ള ഒരു കടയുണ്ട്. ഇതെല്ലാം നിർത്തി. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. മനസ്സിലായോ? എൻ്റെ പെങ്ങൾ ഒരു സിസ്റ്ററാണ്. എൻ്റെ ചേട്ടൻ 5 കോളേജ് പ്രിൻസിപ്പളായിരുന്നു, അടൂർ അച്ഛനാണ്, പുരോഹിതനാണ്. ആ പശ്ചാത്തലത്തിൽ വന്നു. എൻ്റെ ജന്മം കൊണ്ട് കുറേ അധികം അന്നം കഴിച്ച് ജീവിക്കട്ടെ, അവർ കുടുംബം രക്ഷപ്പെടട്ടെ. അല്ലെങ്കിൽ എനിക്ക് വെബ്സൈറ്റ് കൊടുത്ത് തുടങ്ങിയിരുന്നു. ഈ 400-500 വിട്ടാൽ പോകും. 1000 സ്ഥാനത്ത് 500 പോത്തല്ല, 250 പോത്തല്ല മതി പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. ഇവർ ഇവർ 10% കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര ഓസർ എടുത്തിട്ടേക്കെന്ന് അറിയാം. ഭീകരമായ വാടകയ്ക്ക് ഇവിടെ 4 AC 5 AC അവരെ സമയം വർക്ക് ചെയ്യുന്നു. എന്തുമാത്രം കറണ്ട് ബില്ലാവും. അപ്പം 490 കൊടുക്കുന്നവർക്ക് ഓർഡർ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ കൺമണിക്കോ ഒരു ജോലി കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുന്നവൻ്റെ അന്യത്തിലോട്ട് കല്ല് വാരിയിടരുത്. മനസ്സിലായി? എൻ്റെ അനത്തിലല്ല, കൺമണിക്കോ ജീവിതത്തിൽ ഒരു ജോലി ഒരാൾ കൊടുക്കാൻ പറ്റത്തില്ല. ഒരാൾ ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ എത്രയോ പേര് ഇവിടെ ജോലിക്ക് വേണ്ടി അവരന്യത്തിലാണ് കണ്ണിൽ കല്ലുവാരിട്ട്. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഇന്ന് നാളെ നിന്നാലും ഞാൻ ഏത് നിമിഷം നിർത്താൻ തയ്യാറാണ്. എനിക്ക് ഞാൻ കഴിഞ്ഞ ഓണത്തിൽ നിർത്തിയതാണ്. ഇവരെല്ലാം കൂടെ എൻ്റെ കാലം പിടിച്ച് സാറേ നിർത്തലോ കാലം എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഇത് നിർത്തി കഴിഞ്ഞാൽ അമേരിക്ക സ്വിറ്റ്സർലൻഡിലോ വേൾഡ് മൊത്തം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതുള്ളതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. ഇവർക്ക് 3-4 വീഡിയോയാണ്, അത്രയും പുറത്ത് ഇവിടെ എത്തിക്കണം. അതുകൊണ്ട് എനിക്ക് പുറലോകമാണ് ഇതിനെ പറ്റിയിട്ടില്ല. നിർത്തിയാൽ ഞാൻ എൻ്റെ കുടുംബവും വേൾഡ് മൊത്തം സഞ്ചരിക്കാം. കാരണം ഞങ്ങൾ ഫ്രീ ആവും, ഞങ്ങൾക്ക് പുറത്ത് പോകാം, എൻജോയ് ചെയ്യാം. ഇതുള്ളത് കൊണ്ടാണ് പോകാൻ പറ്റാത്തത്. അപ്പോൾ കൺമണിക്ക് വേണമെങ്കിൽ കൺമണി ഇത്രയും പേര് ഇട്ടല്ലോ. അപ്പോൾ ചിന്തിക്കണം, എൻ്റെ അന്നത്തിലല്ല കാര്യം വരുന്നത്. എൻ്റെ അടുത്ത് ഞാൻ കഴിവോട് വൃത്തിയെങ്കിൽ ഇനി എന്തെല്ലാം ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, ഏതെല്ലാം ബിസിനസ് ചെയ്ത് കാശോടെ എനിക്ക് കഴിവുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. എൻ്റെ കടയിൽ പോലും ഞാൻ പോകാറില്ല, ശ്രദ്ധിക്കാറില്ല, ബിസിനസിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല, പറയിടാവാറില്ല. എൻ്റെ നല്ല സമയത്ത് ഞാൻ ഉണ്ടാക്കി, എൻ്റെ കഞ്ഞി കുടിക്കാൻ ഞാൻ ഉണ്ടാക്കി. എനിക്ക് ബിസിനസിനെ കുറിച്ചൊന്നും ഇനി എന്നെ ഇവിടെ 10 പേര് ജീവിക്കട്ടെ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൺമണി വന്നു. കൺമണി വീഡിയോ ചെയ്യിപ്പിക്കണം. ഞാൻ ഷീജോട് പറഞ്ഞു ഈ കുട്ടിയെ കെയർ ചെയ്യണം, ഈ കുട്ടിയെ കൂടി വീഡിയോ ചെയ്യിപ്പിക്കണം, അതിന് നല്ല കമ്മീഷൻ കൊടുക്കണം. ഒരു വീഡിയോ ചെയ്യുന്ന ഇവിടെ 750-1000 കമ്മീഷൻ ഞാൻ കൊടുത്തോണ്ട് നേരത്തെ കൊച്ചു ചെയ്തപ്പോൾ ഒരു 500 വിചാരിച്ചത് 2 വീഡിയോ ചെയ്യിപ്പിക്കാൻ എത്ര കിട്ടും? 1000 കിട്ടും. അപ്പം ഒരു ദിവസം മാസം 30,000 രൂപ തരാൻ വേണ്ടിയാണ് തന്നെ ഞാൻ വീഡിയോ കാര്യം പറഞ്ഞ് കടയിലേക്ക് വിട്ട്. മനസ്സിലായി? അല്ലെങ്കിൽ ഓൺലൈൻ നിർത്തിയാണ്. കടയിൽ പോയി വീഡിയോ ചെയ്യാൻ, അച്ചീവ് ചെയ്യുന്ന ഒരു വീഡിയോ കട ചെയ്യാൻ 2 വീഡിയോ ചെയ്യുമ്പോൾ 1000 രൂപ അത് കമ്മീഷനാണ്. അല്ലെങ്കിൽ കാരണം നമുക്ക് എല്ലാം കമ്മീഷൻ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ലാഭം മുന്നോട്ട് പോയി ശമ്പളം കൊടുത്ത് നമ്മൾ കൂടി പോകും. അപ്പോൾ കമ്മീഷനില്ല. അപ്പോൾ 2 വീഡിയോ ചെയ്യാൻ 1000 കിട്ടിയത്. ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകായിരുന്നു, 3 മണിക്ക് 4 മണിക്ക് എപ്പോൾ വേണമെങ്കിലും പോയായിരുന്നു 1000 കിട്ടിയത്. അപ്പോൾ ഇയാളുടെ ഉള്ളിലെ വിഷമാണ് ഇയാൾ വിളിക്കാതെ പോയത്. അപ്പോൾ ദൈവം എന്നോട് കട കാണിച്ചില്ല. ഇയാളെ പോലെ ഒരാളെ വെച്ച് ഞാൻ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇയാൾ അണുബോംബ് പൊട്ടിച്ചേനെ. ആദ്യമേ ദൈവം ഒഴിവാക്കി തന്നു. ഇയാൾ വന്നപ്പോൾ ഇയാൾക്ക് 10-250 പേര് വന്നതിൽ ഞങ്ങൾക്ക് ആളിനെ കിട്ടാത്തതുകൊണ്ടല്ല. ഇയാൾ കണ്ടില്ല 10-250 പേര് ഇവിടെ വന്നത്. അതിൽ നിന്ന് ഞാൻ കൂടി പോയ 10 പേരെ എടുക്കത്തുള്ളൂ. ആളിനെ കിട്ടാത്തതിന് കുഴപ്പമില്ല. ഈ
കൺമണി രാവിലെ വൈകുന്നേരം വീട് ചെയ്താലും ഇവിടെ ആൾക്കാർ എല്ലാ ആഴ്ചയിലും 10-20 പേര് വരാറുണ്ട്. അതിന് സെലക്ട് ചെയ്ത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. 10 പേര് എടുത്താൽ വീണ്ടും അതിന് സെലക്ട് ചെയ്ത് കുറയ്ക്കും. കാരണം ഇവിടെ ഒരു വീടാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. ആ കടയിൽ എത്ര പേരുണ്ട് പലരും ഞാൻ പറഞ്ഞു വിട്ടു. കാരണം സെലക്ട് ചെയ്ത് മാത്രമേ ഈ സ്ഥാപനം ആൾക്കാർ എടുക്കത്തുള്ളൂ. ഇവിടെ ആളുടെ കിട്ടല്ല. കൺമണി എത്ര കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും ഇതൊന്നും ഞങ്ങളുടെ രോമത്തെ ബാധിക്കത്തില്ല. ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തിട്ട് ഇവിടെ എത്തിയത്. പിന്നെ ഈ 18-ാമത്തെ 21-ാമത്തെ വയസ്സിൽ എത്രയോ പേർ അന്യത്തിലാണ് കല്ല് വാരിയിട്ട് അതൊക്കെ അനുഭവിച്ച് പുഴുത്തെ ഈ ഭൂമിയിൽ നിന്ന് കൺമണി പുറത്തുണ്ട്. തനിക്കൊരു ജോലി കൊടുക്കാൻ പറ്റില്ല. ജോലി ഒരു കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു നന്മ പ്രവർത്തികൾ ചെയ്യും. അന്യത്തിൽ വാരി പലരെ അന്യത്തിനകത്ത് കല്ല് വാരിയിട്ട കൺമണി ഉണ്ടല്ലോ, ഈ ഭൂമി അനുഭവിച്ച് മാത്രമേ പുറത്തുള്ളൂ. മനസ്സിലായോ? ഒലിവിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് അവർ നേരെയുള്ള കപ്പാസിറ്റി കാര്യം ഒലിവിക്കുണ്ട്. ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഇവിടുന്ന് പോയാൽ കാരണം കുട്ടി പറിച്ച് പോയാൽ കുറേ ഇടം ബഹളം ഉണ്ടാകും. ഇതൊന്നും കേട്ടാൽ അവിടെ എന്ത് പറയുക, എനിക്കെന്താണ്, ആരെന്ത് പറയുന്നത്, ഞങ്ങൾക്ക് എന്താണ്, എനിക്കെന്താണ്, ഞാൻ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നു. ഞാൻ ഏറ്റവും വില കുറച്ച് കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നു. ഞങ്ങൾ കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും ഫ്രീ ഷിപ്പിംഗ് വില കുറച്ചത്. ഞങ്ങൾക്ക് വില കുറച്ച് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? എൻ്റെ കട ഇത്രയും കുത്തി തുടങ്ങിയുണ്ടോ? എന്ത് വില കുറച്ചായിട്ടിരിക്കുന്നത്? ബിസിനസ് ഇപ്പോൾ മോശമായതുകൊണ്ടാണ്. അടുത്ത മാസം എൻ്റെ കട ഇടിച്ച ആളാണ്. ഇത്രയും വില കുറച്ച് ആരെങ്കിലും കൊടുക്കുമോ? ഞാൻ വില കുറച്ച് കൊടുക്കുന്നു, ഒത്തിരി പെൺകുൾക്ക് ജോലി കൊടുക്കുന്നു, എൻ്റെ സ്ഥാപനം നല്ല രീതിയിൽ പോകുന്നു. അത് സഹിക്കാൻ വയ്യാത്ത കുറേ കുടിച്ചി പട്ടികൾ എവിടെയൊക്കെ കിടന്ന് കുറയ്ക്കുന്നു. ഇതൊന്നും കണ്ടാൽ നമ്മൾ ഇതൊന്നും കേട്ട് വീഴത്തില്ല. കാരണം ഇവിടുന്ന് 30-40 മേടിച്ചവർ ഇവിടുന്ന് പുറത്ത് 8-10 കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് സഹിക്കത്തില്ല. ഇവിടുത്തെ വളർച്ചയോട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നല്ലവർ പറന്നുയരും, കഴിയുന്ന പോലെ പറന്നുയരും. അത് കണ്ട് വല്ലവരും കുറച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കൺമണി ചെറിയ പ്രായത്തിൽ എത്രയോ പെൺകുട്ടികൾ അന്നത്തിലെ കല്ല് വാരിയിട്ട് ഇതൊക്കെ അനുഭവിച്ച് പോകത്തുള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഇയാളുടെ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല. ഇയാൾ ചെയ്ത ഈ പ്രായത്തിൽ ഇയാൾക്കൊരു ജോലി കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്തവിടെ അവിടെയൊക്കെ അതിനകത്ത് കല്ല് വാരിയിട്ടാൽ ഇയാൾ ചിന്തിക്കുക മേളിൽ ഒരു ദൈവമുണ്ട്. ഈ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇയാൾ മുന്നോട്ട് പോകാനുണ്ട്. ഇയാൾ കല്യാണം കഴിച്ചു, ഒരു അമ്മയാവേണ്ടി അമ്മായിമ്മയാവേണ്ടിയതാ, അങ്ങനെ ഏതെല്ലാം ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ നല്ല ചെയ്യുക, നല്ല പ്രവർത്തിക്കുക. മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകുന്നു ഈ ജീവിതം കൊണ്ട്. ഇന്ന് എത്രയോ പേർക്ക് ക്യാൻസറായി പല വിഷയങ്ങളും അപകടം സംഭവിക്കും. നാളെ എന്ത് സംഭവിക്കുന്നത് അറിയത്തില്ല. നമുക്ക് ദൈവം തന്ന ദാനമായി ജീവിതം മറ്റുള്ളവർക്ക് ഇനിയെങ്കിലും നന്മയായിട്ട് ഒതുക്കൂ എന്ന് മാത്രമേ ഒരു കൊച്ചു അനിയത്തിൻ്റെ രീതിയിൽ എനിക്ക് അവിടെ പറഞ്ഞു തരാനുള്ളൂ. ഹായ് രശ്മി, എൻ്റെ പേര് അച്ചു ആണ്. ഞാൻ ഒലിവിയ എന്നാണ് കേട്ടോ. ഒലിവിയുടെ ഓണറാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രശ്മി ആർക്കൊക്കെയോ വേണ്ടി ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ രശ്മിക്ക് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ രശ്മി ഇതുവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഓഫീസിൽ ജോലിക്ക് വേണ്ടി വന്നു എന്നറിഞ്ഞു. ഇൻ്റർവ്യൂവിൽ കുറേ കുട്ടികൾ, നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന കുറേ കുട്ടികൾ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ രശ്മിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, രശ്മിയുടെ ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണിക്കുന്ന ആ ഓരോ കാര്യങ്ങൾക്കും ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്, ഒരുപാട് വീഡിയോസ് ഒന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞു ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ രശ്മിയെ ജോലിയിൽ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഓവർലോഡാണ് കുട്ടികൾ. വീട്ടിൽ തന്നെയാണ് ഓഫീസ്. ഇപ്പോൾ ഒരുപാട് കുട്ടികളായതുകൊണ്ട് എല്ലാവർക്കും കൂടെ ട്രെയിനിങ് പീരീഡിൽ അവിടെ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഷോപ്പിലേക്ക് വിട്ടു. ഷോപ്പിൽ ചെന്ന ശേഷം ഞാൻ സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ട്, ഏത് കുട്ടികൾ വന്നാലും നമുക്കിവിടെ 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഓൺലൈനിലാണെങ്കിൽ നേരത്തെ 5 ആയിരുന്നു, പിന്നെ അത് 10 ആക്കി. ഇപ്പോൾ 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. കാരണം അതിനുള്ളിൽ ഒലിവിയിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നിർത്തി പോകാനുള്ള ഇതാണ് ഈ 15 ദിവസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രശ്മി അവിടെ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു 5 ദിവസം അവിടെ നിർത്തിയിട്ട് അതിനുശേഷം ഇങ്ങനെ കൊണ്ടുവരാം. കാരണം നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു വീഡിയോസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു 5 മണി 5:30 ആകുമ്പോൾ പോകാം. അപ്പോൾ അതിനാണ് അവിടേക്ക് നമ്മൾ വിട്ടത്. പക്ഷേ രശ്മി തന്നെ എൻ്റെ ഒരു സ്റ്റാഫ് കോൺടാക്ട് ചെയ്തപ്പോൾ പറയുന്നു രശ്മിക്ക് യാതൊരു പ്രശ്നങ്ങളും ഒലിവിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ആ 2 ദിവസം രശ്മി നിന്നിട്ടുള്ളൂ. തൊട്ട് താഴെ ഞാനൊരു പ്രൂഫ് അയച്ചു തരാം. അത് രശ്മിയുടെ തന്നെ കൈപ്പടയിൽ രശ്മി സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. അതിൽ രശ്മി അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് 10 ദിവസം എനിക്ക് താല്പര്യമില്ലെങ്കിൽ നിർത്താമെന്ന്. രശ്മിക്ക് താല്പര്യമില്ലായിരിക്കാം, രശ്മി 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നില്ല. പക്ഷേ രശ്മിയെ ഞാൻ ഇന്നുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ആ മീറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി, ഇപ്പൊ രശ്മി ആയിക്കോട്ടെ, രശ്മിയുടെ ചേച്ചി ആയിക്കോട്ടെ, ഒരുപാട് ഹാർഡ് വർക്കിൽ കൂടെ ആയിരിക്കാം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ മറ്റൊരു പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതേപോലെ എന്നെ കണ്ടിട്ടില്ല, നമ്മൾ തമ്മിൽ ഒരു വാക്ക് സംസാരിക്കാത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ട് രശ്മിയെ ഞാൻ പറഞ്ഞു വിട്ടില്ല. ഇപ്പൊ എടുക്കാതിരുന്നെങ്കിൽ രശ്മിക്ക് പറയാം ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ അവർ ജോലിയിൽ എടുത്തില്ല. രശ്മിയെ സെലക്ട് ചെയ്തു, ഷോപ്പിലേക്ക് വിട്ടു, അവിടുന്ന് കഴിവ് കാണിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ്. ഒരുപാട് കുട്ടികൾ നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഇയാളെ വീഡിയോയിലേക്ക് തന്നെയാണ് എടുത്തത്, കാരണം വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട്. അപ്പോൾ നേരത്തെയും നമ്മുടെ ഒലിവിയുടെ ഷോപ്പിൽ വന്ന് കുർത്തീസ് പർച്ചേസ് ചെയ്ത് ഇയാൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കും പേഴ്സണലി മെസ്സേജ് വഴി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ആകുമ്പോൾ നമ്മളിവിടെ എല്ലാവരെയും അങ്ങനെ തന്നെയാണ്. ഇതെൻ്റെ വീടാണ്, രശ്മി വന്ന് കണ്ടു കാണുമല്ലോ, ആ വീട്ടിലാണ് ഓഫീസ് നടത്തുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹാർഡ് വർക്ക് ആയിരിക്കാം അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം അവർ അത്രമേൽ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ആയിരിക്കാം ഒരു ബിസിനസ് എന്ന് ഒരു പബ്ലിക് ഇമേജിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനാണെങ്കിൽ ആരുടെയും കട്ടും മോഷ്ടിച്ചോ അല്ലെങ്കിൽ ഒന്നും അല്ല ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുറേ സാധാരണക്കാർക്ക് കുർത്തീസുകൾ കിട്ടിക്കോട്ടെ എന്ന് കരുതി കുർത്തീസുകൾ മാത്രം. അതേപോലെ തന്നെ എൻ്റെ ഓഫീസിൽ കുറേ അധികം കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ വീടാണ്. ഇവിടെ നമുക്ക് വരുന്നതിനകത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്,
കഞ്ചാവ് കഴിച്ച് ഡ്രഗ്സിന് അഡിക്റ്റ് ആയവരുണ്ട്, പിന്നെ അച്ഛനെ ചെകിട്ടത്തടിച്ച് വന്നിട്ടുള്ളവരുണ്ട്, അമ്മയെ മാറ്റി പറഞ്ഞിട്ടുള്ളവരുണ്ട്, പെൺകുട്ടികളാണ്. വിവരവും വിദ്യാഭ്യാസവും ബോധവും ഉള്ളവർക്കറിയാം കേരളത്തിൽ ഒരു സ്ഥാപനത്തിലും ഇതേപോലുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികൾ വർക്ക് ചെയ്യുന്നില്ല. അതിന് കാരണമുണ്ട്. ഒരു ജെൻസ് ആയിട്ടുള്ള ഒരു ഓണർ ആണെങ്കിൽ ഒരിക്കലും ഇത്രയും പെൺകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല, ഉടനെ അയാൾക്കെതിരെ ഇതാക്കും. പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടികൾ പിന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പം ഞാൻ ഇവരെ എൻ്റെ സ്വന്തം നാട്ടിൽ, ഞാൻ ഇത്രയും പ്രായവും ജനിച്ചു വളർന്നത് ഈ നാട്ടിൽ തന്നെ, ഒരിടത്തോട്ടും ഓടിപ്പോയിട്ടില്ല ഒരു രാത്രി പോലും. ഇവിടെ തന്നെയാണ്, എറണാകുളത്താണ് സെറ്റിൽഡ്. എന്നിട്ട് പോലും ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് കൂടുതലും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഹാർഡ് വർക്കിൽ കൂടെ തന്നെയാണ് എൻ്റെ ഒരു ബിസിനസ് ഇത്രയും വേൾഡ് വൈഡ് ആക്കി കൊണ്ടുപോകുന്നത്. ആരിൽ നിന്നും ക്യാഷ് മേടിച്ചിട്ട് പ്രീ ബുക്കിംഗ് ആയിട്ടോ ഒന്നുമല്ല, ചെറിയ റേറ്റിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കുഞ്ഞു പ്രോഫിറ്റാണ് ഞാൻ സാധാരണക്കാരുടെ ആഹാരത്തിന്, അതും ഞാൻ ആരിൽ നിന്നും ഒരു രൂപ ചാരിറ്റിക്ക് മേടിച്ചിട്ടല്ല, എൻ്റെ ഇതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ആഹാരമായിട്ട് പൈസയായിട്ട് കൊടുക്കത്തില്ല. ആഹാരമായിട്ട് എത്ര സാധനം വേണമെങ്കിലും, ഇപ്പോൾ രശ്മിയുടെ പരിസരത്തുള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും ഇതിനൊരു 10-30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആരുടെയും പട്ടിണി മാറ്റാൻ ഞാൻ ഇന്ന് അത്രയും പിന്നെ വില്ലിങ് ആണ്, ഞാനത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഒരു പരിചയവും ഇല്ലാത്ത രശ്മി എൻ്റെ വീഡിയോയ്ക്ക്, ആ രശ്മി ചെയ്ത വീഡിയോയ്ക്ക് താഴെ വരുന്ന ഓരോ പോസിറ്റീവ് കമന്റ്സും ഡിലീറ്റ് ചെയ്യുകയും ഒരു രീതിയിലും പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് നേരെ ആരൊക്കെയോ ഇടുന്ന കമന്റുകൾ പിൻ ചെയ്ത് വെക്കുകയും ചെയ്ത രശ്മി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു സ്ഥാപനത്തിനെ പബ്ലിക്കിൽ കൂടെ മാക്സിമം ഇൻസൾട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രശ്മി ഒരു പെണ്ണാണ്, രശ്മിയുടെ ചേച്ചി ഒരു പെണ്ണാണ്, നിങ്ങളുടെ ചേച്ചിയുടെ കുഞ്ഞൊരു പെണ്ണാണ്. ഒരു സ്ത്രീയെ കുറിച്ച് ഇല്ലായ്മ പറയുമ്പോൾ, സത്യമായിക്കോട്ടെ, ഇപ്പൊ രശ്മി എന്റെ സ്ഥാപനത്തിൽ വന്നു, രശ്മിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഓക്കെ, ഈ പോയ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ രശ്മി ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന അത്രയും കമന്റുകൾ റൈറ്റ് ആണ് എന്ന് തെളിയിച്ച് തന്നാൽ രശ്മി പറയുന്ന എന്ത് ഞാൻ തരാൻ ബാധ്യസ്ഥയാണ്. അപ്പോ ഞാന് രശ്മിയുമായി യാതൊരു ഇതും ഇല്ല. രശ്മി പറഞ്ഞിരിക്കുന്ന എന്റെ ഉദ്ദേശം സാധിച്ചു എന്നാണ് അതില് ഇത് ചെയ്തിരിക്കുന്നത്. രശ്മിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, എന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് പോലും കണ്ടിട്ടില്ല. അപ്പോ എന്റെ വീട്ടില് ക്രിമിനൽസിനെ നിർത്താൻ പറ്റത്തില്ല. അവിടെ വന്നിട്ട് എന്റെ കുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് കാമുകന് സെൻഡ് ചെയ്ത് നോക്കുന്ന കുട്ടികളുടെ അത്ര ശ്രദ്ധിച്ച് എനിക്ക് എടുക്കാൻ പറ്റും. ശത്രുക്കൾ കാണാം, ഞാനൊരു ചെറിയ പെണ്ണാണ്, എന്റെ ഈ പ്രായത്തിൽ ഞാൻ വൻകിട ആൾക്കാരോട് വരെ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ എനിക്ക് ശത്രുക്കൾ ഉണ്ടാവാം. പക്ഷേ ഞാൻ രശ്മിക്ക് പേഴ്സണലായിട്ട് യാതൊന്നും ചെയ്യാത്തൊരു കുട്ടിയും ഇപ്പൊ എനിക്ക് ഇതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇവിടുന്ന് പോയ കുറെ കുട്ടികളുമായിട്ട് നിങ്ങൾ സംഘടിച്ചിട്ട് എന്റെ ഈ സ്ഥാപനത്തിനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തി എനിക്ക് നേരെ ഇത്രയും ഇതാവേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് രശ്മിയോട് സ്നേഹത്തോടൊരു കാര്യം പറയാനാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. കാരണം എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല, ഞാൻ ഇച്ചി പോകുന്ന വർത്തമാനം പറഞ്ഞിട്ടില്ല. അപ്പോൾ രശ്മി, ഞാനൊരു വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പബ്ലിക്കിന്റെ നേരിൽ നിന്ന് രശ്മിയുടെ ഈ ഒരു വീഡിയോ കാരണം വളരെ വലിയ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അതായത് ഒരു അറിയാമല്ലോ, ഒരു വ്യക്തിക്ക് മാനനഷ്ടം. ഒരു വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ചാരിറ്റി ചെയ്ത് എൻ്റെ ഇത്രയേറെ പെൺകുട്ടികൾക്ക് ജോലി കൊടുത്ത്, ഇത്രയേറെ സാധാരണക്കാർക്ക് വേൾഡ് ഫുള്ള് ഞാൻ കുർത്തീസുകൾ കൊടുത്ത് ഒരു ഇമേജ് ഉള്ള എൻ്റെ സ്ഥാപനത്തിനെ രശ്മി കുറെ പേരുമായിട്ട് ഗ്യാങ് ചേർന്ന് എന്നെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രശ്മിയോട് എനിക്ക് പറയാനുള്ളത്, രശ്മിക്ക് എന്നോട്ട് ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല. അപ്പോൾ ആ വീഡിയോ രശ്മി ഡിലീറ്റ് ചെയ്യുക. ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ രശ്മി എൻ്റെ ഓഫീസിൽ വരിക. വന്ന ശേഷം നമുക്ക് കൈകോർത്ത് നിന്ന് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പബ്ലിക്കിനോട് പറയുക. കാരണം എനിക്ക് രശ്മിയുടെ ഒരു ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് എടുക്കുമോ? എന്റെ കൂടെ വീഡിയോ ചെയ്യാൻ എടുക്കും. അപ്പൊ ഇവിടെ വന്ന് നമ്മുടെ കറക്റ്റ് കാര്യങ്ങൾ തൊട്ടത് ഇത്ര ദൂരമല്ലേ ഉള്ളൂ, ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതാണ് സത്യാവസ്ഥയെന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് വീഡിയോ ചെയ്ത് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുക. അത് ഞാൻ രശ്മിയോട് പറയാം. ഇതല്ലാത്ത പക്ഷം രശ്മി, ഞാനൊരു കോമൺ പേഴ്സൺ അല്ല, ഒരു പബ്ലിക് ഇമേജ് ഉള്ള ഒരു വ്യക്തി. എന്റെ സ്ഥാപനത്തിൽ നിന്ന് പോയവർ ഈ ഇട്ടിരിക്കുന്ന ഇത്രയും കമന്റ്സും ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം നമ്മുടെ കയ്യിൽ പ്രൂഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും രശ്മിക്ക് സത്യമാണ് തെളിയിക്കാൻ പറ്റുമോ? തെളിയിപ്പിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ തെളിയിക്കുന്ന എന്തിനും ഞാൻ വില്ലിങ് ആണ്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു ബിസിനസ്സുകാരിയല്ല. എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ഇത്രയും ബിസിനസ് ചെയ്ത് സക്സസ് ആകണമെങ്കിൽ എനിക്കൊരു ടീമുണ്ട്. എൻ്റെ അഡ്വക്കേറ്റ് എസ് മനോജ് നായർ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ആണ്. പുള്ളിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു മെയിൻ പ്രൂഫാണ് രശ്മി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു വ്യക്തിക്ക് ഞാൻ ആർക്കും ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നെ ചീത്ത വിളിച്ചിട്ട് പോകുന്ന ഒരു സ്റ്റാഫിന് പോലും വ്യക്തമായ പ്രൂഫ് പോലും എൻ്റെ കയ്യിലുണ്ടായിട്ട് പോലും ഞാനൊരു കേസ് കൊണ്ട് കൊടുത്തിട്ടില്ല. കാരണം ഒരു വക്കീലിനെ കാണുമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം. ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. എന്നെ ചീത്ത വിളിച്ച കേൾക്കാതെ ഞാൻ പോയിട്ടേ ഉള്ളൂ, ഞാൻ ചെയ്യാറില്ല. അപ്പോൾ രശ്മിക്ക് തൊട്ട് മുമ്പ്, കാരണം നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തൊട്ട് മുമ്പ് നമ്മൾ ഒരു മെസ്സേജ് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം പിന്നെ നമ്മൾ ലീഗലി പോയി കഴിഞ്ഞിട്ട് പിന്നെ രശ്മി എൻ്റെ അടുത്തൊന്നും പറഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല, നമ്മളത് പോവാണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തേ പറ്റും. എൻ്റെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്രയും കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നതാണ്, അവരെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലീഗലി മുൻപോട്ട് പോവുകയാണ്. രശ്മിക്ക് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു, രശ്മിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് കൈ കോർത്ത് നമുക്ക് പബ്ലിക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാം. കാരണം എനിക്ക് ഇല്ലാത്തതൊന്നും രശ്മി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രശ്മിക്കുണ്ടായ അനുഭവം ക്ലിയർ ആയിട്ട് രശ്മി പറഞ്ഞ വോയിസ് റെക്കോർഡും എഴുതി തന്ന പേപ്പറും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ രശ്മിക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആ നിമിഷം എനിക്കെതിരെ ആക്ഷൻ എടുക്കാം, അല്ലെ? എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വർഷങ്ങൾ
കഴിഞ്ഞ് എന്റെ ബിസിനസ് വളരുമ്പോഴല്ലോ വന്ന് കമന്റ് ഇടേണ്ടത്. അവർക്കൊരു ഇതുണ്ടെങ്കിൽ അവർക്ക് ലീഗലി പോകാം, നിയമ നടപടികൾ സ്വീകരിക്കാം, അതിൻ്റെതായിട്ടുള്ള രീതി മുൻപോട്ട്. അതൊന്നുമില്ലാതെ ഒരു പബ്ലിക്കിൽ വന്ന് ഇല്ലാത്ത കമന്റ്സുകൾ ഇടുമ്പോൾ രശ്മിക്കാണെങ്കിലും എത്രത്തോളം ഫീലിംഗ്സ് ഉണ്ടാകുമെന്ന് ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാനിത് ലീഗലി പോയാൽ നേരെ ഹൈക്കോർട്ടാണ്, ഹൈക്കോർട്ടിൽ നിന്ന് അത് പോകുന്നത് സുപ്രീം കോർട്ടാണ്. പോയി കഴിഞ്ഞാൽ ഏതറ്റം ഉപയോഗിച്ചും എന്റെ മാനനഷ്ടത്തിന് ഞാൻ നല്ലൊരു എമൗണ്ട് ഞാൻ കൊടുത്താണ് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുന്നത്. എല്ലാ പ്രൂഫുകളും എന്റെ കയ്യിലുണ്ട്. ഇല്ലാത്തൊരാൾ, കാരണം ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ജോലി സ്ഥാപനത്തിലേക്ക് വരുന്നു, ജോയിൻ ചെയ്യുന്നു, 2-ാം ദിവസം നിർത്തുന്നു, ആ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. പക്ഷെ ആ കുട്ടി പബ്ലിക്കിൽ പോയി വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോയിലെ പോസിറ്റീവ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു, നെഗറ്റീവ് മാത്രം ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് നിർത്തി അത് മാത്രം പിൻ ചെയ്ത് വെക്കുന്നു, വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇത് എന്തിനാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ രശ്മിയുടെ വരവ് എന്നെ ഒരുപറ്റം ആൾക്കാർക്ക് വേണ്ടി ചേർത്ത് നിർത്തിക്കൊണ്ട് എന്റെ ഈ ഒരു ബിസിനസിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പബ്ലിക് വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു ഇൻസൾട്ടിങ്, കാരണം അത്രത്തോളം ഒരു വ്യക്തിഹത്യ നടത്തുമ്പോൾ അവരത് ഇൻസൾട്ടിങ് ഉണ്ടായി ഒന്നെങ്കിൽ ഇത് പൂട്ടും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് രശ്മി, ഞാൻ ലീഗലി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഞാൻ അതിനു മുമ്പ് ഒരു വാർണിംഗ് രശ്മിക്ക് തരികയാണ്. ഒരു സഹോദരിയെ പോലെയാണ്, നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല, എനിക്ക് ഒരു പേഴ്സണൽ ഇതുമില്ല, വളരെ സ്നേഹത്തോടെ ജോലിയിലെടുത്തു. 2 ദിവസമേ നിന്നിട്ടുള്ള, 2 ദിവസവും രശ്മി ഹാപ്പി ആയിരുന്നു. അതെന്റെ സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ട്, അതും എന്റെ കയ്യിലുണ്ട്. അതിനുശേഷം എന്റെ കൂടെ നിർത്തി ഒരു സഹോദരിയെ പോലെ എന്റെ ഒലീവിയുടെ വീഡിയോസ് ചെയ്യിപ്പിക്കാനാണ് ഇയാളെ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഷോപ്പിലേക്ക് വിട്ട് മിക്കവരെയും തിരിച്ച് 5-6 ദിവസത്തിനകമാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ രശ്മിക്ക് എന്നോട് ഒരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വല്ലവർക്കും വേണ്ടി രശ്മി ഇങ്ങനെ ചെയ്യുമ്പോൾ കോർട്ടിലും കോടതിയിലും ഒന്നും ഞാനും രശ്മിയും നമ്മുടെ അഡ്വക്കേറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. അവിടെ നിയമങ്ങളേ ഉള്ളൂ. ഈ കമന്റ്സ് ഇട്ടവരോ ഇന്ന് രശ്മിയെ വന്ന് ഒലീവിയുടെ തകർച്ച കാണാൻ സപ്പോർട്ട് ചെയ്യുന്നവരോ ആരും തന്നെ കൂടെ ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് പറയുകയാണ്, വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നേരിട്ട് എൻ്റെ അടുത്ത് വരാം, വന്ന് നമുക്ക് കൈ ഓർത്ത് നമ്മുടെ കാര്യങ്ങൾ പറയാം. അതല്ല രശ്മി അതേ രീതിയിൽ തന്നെ ആഗ്രഹത്തോടു കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതറ്റം വരെ ഞാൻ പോകും. എനിക്കുണ്ടായ, എന്റെ സ്ഥാപനത്തിനുണ്ടായ മാനനഷ്ടത്തിന് നല്ലൊരു എമൗണ്ട്, അത് 10 ലക്ഷമോ 20 ലക്ഷമോ ഒന്നുമല്ല, അത് എത്ര കോടി എന്റെ വക്കീലിന് കൊടുക്കേണ്ടി വന്നാലും ഞാൻ കൊടുത്തിട്ട് ഞാനത് പോകും. കാരണം ഒരു പബ്ലിക് ഇമേജ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതാണ്. ഒരു ആത്മഹത്യ ഞാൻ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടായാൽ പോലും നിങ്ങൾ ഇത്രയും പേര് അകത്താണ്. കാരണം അതുപോലെ ഒരു ഇൻസൾട്ടിങ്ങിന് വേണ്ടിയാണ് നിങ്ങൾ മനഃപൂർവ്വം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രശ്മിയോട് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഞാൻ ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. രശ്മി എഴുതി തന്നതെല്ലാം താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. വോയിസ് റെക്കോർഡ് ഞാൻ രശ്മിക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ.